ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്ന ഒരു നെക്ക് ചെയിനാണ്. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ക്രിസ്റ്റൽ ടെക്കിൻ്റെ ഈ ഒരു ഇലാസ്റ്റിക് വയർ പ്ലസ് 4mm വൈറ്റ് പേൾസും 3mm പീച്ച് പേൾസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിലുള്ള യൂസ് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ വൈറ്റ് പേൾ ഒരെണ്ണം സെൻട്രലായിട്ട് കോർത്ത് കൊടുക്കുക. ദെൻ രണ്ടറ്റത്തും അതിനുശേഷം പീച്ച് ഷെയ്ഡിലുള്ള ഒരു ബീഡ് എടുക്കുക. അത് രണ്ടറ്റത്തും ഓരോന്നോരോന്ന് കോർത്ത് കൊടുക്കുക. അതിനുശേഷം നാലാമത്തെ ബീഡ് വീണ്ടും നമ്മൾ വൈറ്റാണ് എടുക്കുന്നത്. വൈറ്റ് എടുക്കുമ്പോൾ വൈറ്റ് നമ്മൾ കോർക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ വൈറ്റ് ബീഡ് എടുത്ത് അതിൻ്റെ റൈറ്റിലെ ഓപ്പണിങ്ങിൽ കൂടി ഒരു ത്രെഡും ലെഫ്റ്റിലെ ഓപ്പണിങ്ങിൽ കൂടി മറ്റേ ത്രെഡും ചേർത്തിട്ട് ക്രോസ് ആയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാ നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് എടുക്കണം. രണ്ടറ്റും രണ്ട് സൈഡിലൂടെ ഇതുപോലെ കോർത്ത് കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് വലിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ടൈറ്റാക്കി നമ്മൾ താഴെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ രണ്ടറ്റവും ചേർത്തെടുത്തതിന് ശേഷം ഇനി ഞാൻ രണ്ടറ്റവും വലിച്ച് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അത് ടൈറ്റായിട്ട് വരും. അങ്ങനെ നമ്മുടെ ബാക്കി 3 ബീഡ്സും കൂടി ഈ 4 അങ്ങനെ അവിടെ ലോക്കായി ഒരു സെറ്റായിട്ട് വരും. ഇനി നമ്മൾ അതുപോലെ തന്നെ വീണ്ടും രണ്ട് സൈഡിലും പീച്ച് കളർ ബീഡ്സ് ഓരോന്ന് കോർത്ത് കൊടുക്കും. എന്നിട്ട് വീണ്ടും നമ്മൾ ലാസ്റ്റ് ടൈം വൈറ്റ് ബീഡ്സ് കോർത്തതുപോലെ തന്നെ രണ്ട് ത്രെഡും വൈറ്റ് ബീഡിനുള്ളിലൂടെ കോർത്തെടുത്തിട്ട് ടൈറ്റാക്കി കൊടുക്കും. അപ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു പെൻഡൻറ്റ് ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഒരു പെൻഡൻറ്റിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പെൻഡൻ്റായിട്ട് തന്നെ അവിടെ കീപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇനിയാണ് നമ്മൾ ബാക്കി ബീഡ്സ് കോർക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് അതവിടെ ലോക്കാക്കിയതിന് ശേഷം രണ്ട് സൈഡിലേക്കും പീച്ച് കളറ് ബീഡ്സ് ഫുള്ളായിട്ട് കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള നെക്ക് ചെയിനാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള നെക്ക് ചെയിനാണിത്. എന്നാൽ നമ്മൾ നമ്മുടെ നെക്കിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്ലാസി ആൻഡ് എലഗൻറ്റ് ലുക്ക് കിട്ടുകയും ചെയ്യും. ഇതുപോലെ ഒരു സൈഡ് ഫുള്ള് കോർത്തെടുത്തു. ഇനി അപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ മുഴുവനായിട്ട് നമുക്ക് കോർത്തെടുക്കണം. ഫുൾ കോർത്തെടുത്തതിന് ശേഷം നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ ഫുള്ള് രണ്ട് സൈഡും കോർത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല അടിപൊളി ലുക്ക് വന്നിട്ടില്ല. നല്ല പേൾ ചെയിൻ്റെ ഒക്കെ ലുക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് സൈഡിലായിട്ട് ലോക്ക് കൊടുക്കണം. ഒരു സൈഡ് ഞാൻ ഈ രണ്ട് സൈസ് ലോക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ലോക്ക് ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ പഴയ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടാകും. ഞാനിവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യണില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.